CPIM-ന് അടിമുടി മാറ്റമുണ്ടാക്കുന്നതല്ല പുതിയ നയരേഖയെന്ന് തോമസ് ഐസക് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേരളത്തിലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുൾപ്പെടെ സഹായിക്കുന്നതാണ് പുതിയ നയരേഖയെന്നും തോമസ് ഐസക് പറഞ്ഞു. കൊല്ലത്ത് നിന്നും ഷമീർ അബ്ദുൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നവകേരളത്തിനുള്ള പുതുവഴികൾ മുഖ്യമന്ത്രിയുടെ നയരേഖയാണ്. അത് അടിമുടി മാറ്റമാണ് ഇടതുപക്ഷ നയങ്ങൾ. ഇല്ല, അടിമുടി മാറ്റമൊന്നുമില്ല. തുടർച്ചയുണ്ട്, ഇടർച്ചയുണ്ട്. ഇടർച്ചയില്ലെങ്കിൽ പുതുവഴിയില്ലല്ലോ. ഇടതുപക്ഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ക്ഷേമത്തിന് വേണ്ടി ഉള്ള നിലപാട്, നാട്ടിൽ ആൾക്കാരുടെ കൂലി വർദ്ധിപ്പിക്കുക, നാട്ടിൽ ജനങ്ങൾക്ക് ഭൂമി കിടപ്പാടം കൊടുക്കുക, വിദ്യാഭ്യാസ ആരോഗ്യം കൊടുക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന നിലപാടുകളാണ്. അത് തുടരും. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് 3-4 വർഷം പതിറ്റാണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുതിയ തലമുറക്ക് അച്ഛൻ്റെയും അമ്മയുടെയും തൊഴിൽ പോരാ, അവർക്ക് നല്ല പുതിയ ഉദ്യോഗങ്ങൾ വേണം. അതുണ്ടാക്കാൻ ഞങ്ങൾക്കൊരു പരിപാടിയില്ലെന്നാണ് ഈ മോഡിയും കൂട്ടരൊക്കെ കളിയാക്കുന്നത്. കോൺഗ്രസ് അവരുടെ നിയോ ലിബറൽ നയങ്ങളില്ലാതെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇടതുപക്ഷത്തിൽ കേരളത്തിൽ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് ചെയ്തേ പറ്റും. അപ്പം അതിനൊരു പരിപാടി ആവിഷ്കരിക്കുന്നു. അതിപ്പോൾ തുടങ്ങിയതല്ല. പുതിയ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലം മുതൽ അതിനുള്ള ഒരുപാട് നീക്കങ്ങൾ നടത്തി. പശ്ചാത്തല സൗകര്യങ്ങളില്ല, അതിന് കിഫ്ബി കൊണ്ടുവരുന്നത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വഴി കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസത്തെ ആകെ പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നു. ഈ രീതിയിലുള്ള ഒരുപാട് മുൻകൈകൾ കഴിഞ്ഞ ദശാബ്ദക്കാലത്തിനിടയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് അതിന് തടയിടാനായിട്ട് എങ്ങനെ പറ്റുമെന്നാണ് കേന്ദ്രം നോക്കുന്നത്. അപ്പോൾ അതിലെന്താ മറു നിലപാട് എന്നുള്ളത് ഞങ്ങളും ആലോചിക്കും. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി നിർത്തുക എന്ന് പറഞ്ഞൊരു പ്രായോഗികമായ നടപടിയാണ്. പ്രായപരിധി ഒരു ചർച്ചാ വിഷയമല്ല. പ്രായപരിധി സംബന്ധിച്ചെടുത്ത തീരുമാനങ്ങളിൽ നിന്നും യാതൊരു മാറ്റവും ഇല്ല. ഇനി എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ പാർട്ടി കോൺഗ്രസ് ഇല്ലാതെ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യം.